ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജൂൺ 19 വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂളുകളിൽ ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ 9 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 10ാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ 9 വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട ഉടൻ തന്നെ ബാക്കിയുള്ള 9 വീഡിയോസ് കൂടി നിങ്ങൾ കാണേണ്ടതാണ്. കാരണം അതിലും ഉള്ളതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ്. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന 10ാമത്തെ വീഡിയോ ആണ്. ഇതിനു മുൻപ് നമ്മൾ 9 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ ലഭിക്കുന്നതാണ്. അത് PDF ഫോർമാറ്റിൽ ലഭിക്കുവാനായി നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടതുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതിലുള്ള ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലടക്കം പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം PDF ഫോർമാറ്റിൽ ലഭിക്കുന്നതാണ്. എല്ലാം നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. കൂടാതെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ആ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം ആദ്യം ആരാണോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് അവരുടെ കമൻറ്റ് നമ്മൾ പിൻ ചെയ്തുകൊണ്ട് അവരെ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി നേരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ്? ഇന്ത്യൻ സാഹിത്യ മേഖലയിൽ നൽകുന്ന ഏറ്റവും പരമോന്നതമായ പുരസ്കാരമാണ് ജ്ഞാനപീഠം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോയുടെ അവസാനം, ചിലപ്പോൾ ഇത് നമ്മൾ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യുന്ന അവസാനത്തെ വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു വായനാ ദിന ക്വിസിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക, ആ കാര്യങ്ങളൊന്ന് കേൾക്കുക. രണ്ടാമത്തെ ചോദ്യം, വാസ്തുഹാര എന്ന ചെറുകഥയുടെ രചയിതാവ് ആരാണ്? CV ശ്രീരാമൻ എന്ന് പറയുന്ന രചയിതാവാണ് വാസ്തുഹാര എന്ന കൃതി രചിച്ചിരിക്കുന്നത്. വാസ്തുഹാര ഒരു ചെറുകഥയാണ്. അടുത്ത ചോദ്യം, MT വാസുദേവൻ നായർ രചിച്ച നാലുകെട്ട് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ്? 1958 MT വാസുദേവൻ നായർ രചിച്ച നാലുകെട്ട് ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത്. അടുത്ത ചോദ്യം, രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് അവതാരിക എഴുതിയത് ആരാണ്? വില്യം ബർട്ടൺ യീഴ്സ് ആണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് അവതാരിക എഴുതിയത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്, ആരാച്ചാർ എന്ന നോവൽ രചിച്ചത് ആരാണ്? ആരാച്ചാർ എന്ന നോവൽ രചിച്ചത് ആരാണ്? KR മീരയുടെ വളരെ പ്രശസ്തമായ ഒരു നോവലാണ് ആരാച്ചാർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേരള ഗ്രന്ഥശാല ദിനം എന്നാണ്? കേരള ഗ്രന്ഥശാല ദിനം എന്നാണ്? സെപ്റ്റംബർ 14 തീയതിയാണ് കേരള ഗ്രന്ഥശാല ദിനം. കേരള ഗ്രന്ഥശാല ദിനം സെപ്റ്റംബർ 14. അടുത്ത ചോദ്യം, ചെമ്മീൻ എന്ന നോവലിന് പശ്ചാത്തലമായ കടപ്പുറം ഏതാണ്? പുറക്കാട് കടപ്പുറമാണ് ചെമ്മീൻ എന്ന നോവലിൻ്റെ പശ്ചാത്തലം. ചെമ്മീൻ എന്ന നോവൽ എഴുതിയിരിക്കുന്നത് അറിയില്ലെങ്കിൽ പറയാം, തകഴി ശിവശങ്കര പിള്ളയാണ്. അടുത്ത ചോദ്യം, ഇ റീഡിംഗ് എന്ന വാക്ക് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിൽ ഇ റീഡിംഗ് എന്ന് പറയുന്ന വാക്കിൽ ഇ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇ റീഡിങ്ങിലെ ഇ എന്ന് പറയുന്ന വാക്ക് അഥവാ അക്ഷരം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇലക്ട്രോണിക് എന്നാണ്. ഇ റീഡിങ്ങിൻ്റെ ഫുൾ ഫോം ഇലക്ട്രോണിക് റീഡിംഗ് എന്നാണ്. അടുത്ത ചോദ്യം, കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ജോർജ് വർഗീസ് എന്ന എഴുത്തുകാരനാണ് കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, എന്നിലൂടെ എന്ന ആത്മകഥ ആരുടേതാണ്? എന്നിലൂടെ എന്നത് ആരുടെ ആത്മകഥയാണ്? കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രശസ്തമായ ആത്മകഥയാണ് എന്നിലൂടെ. എന്നിലൂടെ എന്നത് കുഞ്ഞുണ്ണി മാഷിൻ്റെ ആത്മകഥയാണ്. അടുത്ത ചോദ്യം ഇതാണ്, കേരള ചരിത്രത്തെക്കുറിച്ചുള്ള കേരള പഴമ എന്ന കൃതി രചിച്ചത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട് എന്ന് പറയുന്ന എഴുത്തുകാരനാണ് കേരള പഴമ എന്ന് കേരള ചരിത്രത്തെക്കുറിച്ച് പറയുന്ന കൃതി രചിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, സുസന്നയുടെ ഗ്രന്ഥപുര എന്ന നോവൽ രചിച്ചിരിക്കുന്നത് ആരാണ്?
അജയ് പി മാങ്ങാട്ടിൻ്റെ പ്രശസ്തമായൊരു നോവലാണ് സുസന്നയുടെ ഗ്രന്ഥപുര. അടുത്ത ചോദ്യം, സാമൂഹ്യനീതിക്കായി കേരളത്തിൽ നടന്ന പ്രധാന സമരങ്ങളിൽ ഒന്നായ വൈക്കം സത്യാഗ്രഹം ഏതു വർഷമാണ് നടന്നത്? അതായത് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? നമ്മളെല്ലാവരും സ്വാതന്ത്ര്യദിന ക്വിസ് തൊട്ട് പഠിക്കുന്നൊരു ചോദ്യമാണ്. 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. സാർവദേശീയ വനിതാ ദിനം എന്നാണ്? സാർവദേശീയ വനിതാ ദിനം എന്നാണ്? മാർച്ച് 8 സാർവദേശീയ വനിതാ ദിനം. സാർവദേശീയ വനിതാ ദിനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ്റർനാഷണൽ വുമൻസ് ഡേ. അത് മാർച്ച് 8 അടുത്ത ചോദ്യം ഇതാണ്. എസ്.കെ. പൊറ്റക്കാടിൻ്റെ ജ്ഞാനപീഠം ലഭിച്ച നോവൽ ഏതാണ്? നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ സാഹിത്യമേഖലയിൽ നൽകുന്ന ഏറ്റവും പരമോന്നതമായ പുരസ്കാരമാണ് ജ്ഞാനപീഠം. എസ്.കെ. പൊറ്റക്കാടിന് ആ ജ്ഞാനപീഠം ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്ന നോവലിനാണ്. അടുത്ത ചോദ്യം, എൻ്റെ വക്കീൽ ജീവിതം ആരുടെ ആത്മകഥയാണ്? എൻ്റെ വക്കീൽ ജീവിതം എന്നത് ആരുടെ ആത്മകഥയാണ്? തകഴി ശിവശങ്കരപിള്ളയുടെ വളരെ പ്രശസ്തമായ ആത്മകഥയാണ് എൻ്റെ വക്കീൽ ജീവിതം. നേരത്തെ നമ്മൾ തകഴി ശിവശങ്കരപിള്ളയുടെ ഒരു കൃതി കൂടി പറഞ്ഞിരുന്നു, അതാണ് ചെമ്മീൻ. അടുത്ത ചോദ്യം ഇതാണ്. നാടകകൃത്ത് എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? നാടകകൃത്ത് എന്ന നാടകത്തിൻ്റെ രചയിതാവ് പി. കേശവ മേനോനാണ് നാടകകൃത്ത് എന്ന നാടകത്തിൻ്റെ രചയിതാവ്. അടുത്ത ചോദ്യം ഇതാണ്. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നൊരു ചോദ്യമായിരുന്നു ഇത്. ജോസഫ് മുണ്ടശ്ശേരിയാണ് കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആര്? വെള്ളിക്കുളം ഗോപാലക്കുറിപ്പാണ് കേരള തുളസീദാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വായനാ ദിന ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. വായനാ ദിന ക്വിസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന കാര്യങ്ങളാണ് ഓരോരോ ആത്മകഥകളും ആ ആത്മകഥകൾ ആരുടേതാണെന്നും അതേപോലെ പ്രശസ്തമായ കുറച്ച് കൃതികളും ആ കൃതികൾ ആരുടേതാണെന്നും നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ ആധുനിക കവികളെ പറ്റിയും പ്രാചീന കവികളെ പറ്റിയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. മറ്റൊരു കാര്യം, പി എൻ പണിക്കരോടുള്ള ഒരു ആദര സൂചകമായിട്ടാണ് നമ്മൾ ജൂൺ 19 വായനാ ദിനമായി ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാക്സിമം പഠിച്ച ശേഷം പോവുക. നമ്മുടെ വീഡിയോസിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് PDF-ൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വായനാ ദിനവുമായി ബന്ധപ്പെട്ട ക്വിസിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ പറഞ്ഞ ശേഷം ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ്. ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? അപ്പോൾ ഉത്തരം അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ പറയുക. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ PDF ലഭിക്കുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം.